കംബാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഭാവനയുടെ കേസാണെങ്കിലും റഹ്മാൻ്റെ കേസാണെങ്കിലും കറക്റ്റ് സിനിമ. അനോമിയെക്കുറിച്ച് പറയുവാണെങ്കിൽ സംവിധാനം ചെയ്തത് റിയാസ് മാരാത്താണ്. അദ്ദേഹം തന്നെയാണ് എഴുതിയിട്ടുള്ളതും. നോൺ പാരലായിട്ട് എഴുതിയതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നും. അവതരണത്തിൻ്റെ കാര്യമാണെങ്കിലും സംഗീതത്തിൻ്റെ കാര്യമാണെങ്കിലും ടോട്ടലി ഒരു ക്ലാസ് ത്രില്ലർ എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഭാവന അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് സാറ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥയാണ്. അവരുടെ സഹോദരൻ കൊല്ലപ്പെടുകയാണ്. ആ കേസ് അന്വേഷിക്കുന്നത് റഹ്മാനാണ്. പിന്നീട് ഈ കേസ് അന്വേഷണത്തിൽ വരുന്ന മാറ്റങ്ങളും അതിൻ്റെ കൺക്ലൂഷനും ഒക്കെയാണ് ഈ സിനിമ പ്രധാനമായിട്ട് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേട്ട് ശീലിച്ച ഒരു കഥകളിലൊക്കെ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഈ കഥ. പിന്നെ എഴുത്തിൻ്റെ കാര്യം പ്രത്യേകം പറയാനുള്ളത്, അദ്ദേഹം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോറൻസിക്കിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ അവരുടെ പ്രൊസീജിയേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ഭയങ്കര റിയലിസ്റ്റിക് ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലാസ്റ്റാണ് ക്ലൈമാക്സിനോട് ചേർന്നാണ് പറയുന്നത്. പക്ഷെ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ നിലവിൽ സ്പോയിലർ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ബട്ട് എല്ലാം വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളതും. അവതരണത്തിൻ്റെ കാര്യമാണ്. ഫൈനലിൽ ക്ലൈമാക്സിൽ കുറച്ച് സീൻസ് ഉണ്ട്, അത് വളരെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് അവർ വിഷ്വലി കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യം. അതേപോലെ തന്നെ ക്ലൈമാക്സിൽ നിന്ന് വില്ലൻ്റെ കാര്യം ഒരു സസ്പെൻസാണ്, കറക്റ്റ് ആപ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സിനിമയുടെ കാര്യം പറയുവാണെങ്കിൽ ലോ ബഡ്ജറ്റായിട്ടാണ് എടുത്തത്. അത് കുറഞ്ഞ ബഡ്ജറ്റിലാണ് കാര്യങ്ങൾ എടുത്തു വെച്ചത്. പക്ഷേ ക്വാളിറ്റിയിൽ അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഇഷ്ടം പറഞ്ഞ പോലെ, നിങ്ങൾ നടന് കൊടുക്കുന്ന പൈസ സിനിമയ്ക്ക് ഇറങ്ങ് ചെയ്യട്ടെ. അത് തന്നെയാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ടോട്ടാലിറ്റി നോക്കുവാണെങ്കിൽ നല്ലൊരു അടിപൊളി പടം തന്നെ വേണം പറയാൻ. കാരണം ഈ ഒരു ഇപ്പോൾ എക്കോയ്ക്ക് ശേഷം നല്ലൊരു ത്രില്ലർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് വന്നിട്ടില്ല. ഇത് ആ ഒരു സ്പേസ് എടുത്തിട്ടുണ്ട്. കറക്റ്റൊരു പക്ക ത്രില്ലർ തന്നെയാണ്. ഓരോ ആളുകളും കൃത്യമായിട്ട് തന്നെ പക്കയായിട്ട് തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു ഡയലോഗോ അല്ലെങ്കിൽ ഒരു പാട്ടോ സീനോ ഒന്നും തന്നെ ഇല്ല. കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എടുക്കേണ്ട രീതിയിൽ തന്നെ അവർ തുടക്കത്തിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് കണ്ടാൽ മനസ്സിലാവില്ല. 2 സീൻ അല്ലെങ്കിൽ 3 സീന് കഴിഞ്ഞാലേ ഇതെന്തുകൊണ്ടാണ് കാര്യം എന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. ക്ഷമയോടെ നിന്ന് കഴിഞ്ഞാൽ ടോട്ടൽ ഫാമിലിക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ വേറൊരു ന്യൂഡ് സീനോ അല്ലെങ്കിൽ ഒരു 18+ കണ്ടൻറ്റോ ഒന്നും തന്നെ ഇതിലില്ല. എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് അനോമി.